എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 1-ാമത്തെ വാക്യം. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു. എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായം ബന്ധിക്കപ്പെട്ട് നിരാശയുടെ അടിത്തട്ടിൽ ആണ്ടുപോയ ഒരു ജനതയെ ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും പുതുക്കി പണിതെടുക്കുവാൻ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിക്കുക. അവനെക്കുറിച്ച് ബൈബിൾ എഴുതിയിരിക്കുക, യഹോവയുടെ കൈ അവന്റെ മേൽ വന്നു. പലർക്കു വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും പലരുടെ കാര്യങ്ങൾ കേൾക്കുമ്പോഴും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ശത്രുവിന്റെ കറുത്ത കൈകൾ ചില വ്യക്തിത്വങ്ങളെ ഭരിച്ചു നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ശത്രുവിന്റെ കരം നിന്നെ അറിയാത്ത വഴിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ പരിശുദ്ധാത്മാ പറയാ, യഹോവയുടെ കൈ എസെക്കിയേലിന്റെ മേൽ വന്നു. സ്തോത്രം. ഈ മെസ്സേജ് പറയുമ്പോ അരുതാത്ത കരമെല്ലാം നിന്റെ മേൽ നിന്ന് മാറിപ്പോയിട്ട് ഈ ദിവസങ്ങളിൽ സർവശക്തന്റെ കരം നിന്റെ മേൽ വന്നു. ഏലിയാവിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഇസബേലും ആഹാബും കലിതുള്ളി നിൽക്കുന്ന രാജ്യത്ത് ഏലിയാവ് ആഹാബിനോട് പറയുക, വലിയ മഴയുടെ മുഴക്കമുണ്ട്, മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടത് രഥം പൂട്ടി ഓടുക. അടുത്ത വാക്യം, മഴ പെയ്യാൻ തുടങ്ങി, യഹോവയുടെ കൈ ഏലിയാവിന്റെ മേൽ വന്നു. ആഹാബിന്റെ രഥങ്ങളുടെ മുമ്പിൽ വയോവൃദ്ധനായ ഏലിയാവ് ഓടുവാൻ തുടങ്ങി. ഈ വചനമല്ല ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുക, യഹോവയുടെ കൈ നിന്റെ മേൽ വന്നാൽ, യഹോവയുടെ ആത്മാവ് നിന്നെ പുറപ്പെടുവിച്ചാൽ, നീ വിചാരിക്കാത്ത പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്നെ ദൈവാത്മാവ് കൊണ്ടെത്തിക്കും. ഒരിക്കൽ പോലും ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ നിന്നിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്യും. എന്താ ഇന്നത്തെ സന്ദേശം? ഈ ദിവസങ്ങളിൽ നിന്റെ മേൽ യഹോവയുടെ കൈ വരട്ടെ, നിന്നെ യഹോവയുടെ ആത്മാവിൽ പുറപ്പെടുവിക്കട്ടെ, നിന്നിലൂടെ തകർന്നു കിടക്കുന്ന ഒരു കൂട്ടത്തെ ഉദ്ധരിക്കട്ടെ. നിരാശയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു ജനതയെ ഒരു സൈന്യത്തെ പോലെ എഴുന്നേൽപ്പിക്കുവാൻ എസെക്കിയേലിന്റെ മേൽ വന്ന യഹോവയുടെ കൈ നിങ്ങളുടെ മേലും വരട്ടെ. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ കൈ ഞങ്ങളുടെ മേൽ വരണം. അങ്ങയുടെ ആത്മാവിൽ ഞങ്ങളെ പുറപ്പെടുവിക്കണം. ഇതുവരെ ചെയ്യാത്ത ചില വൻകാര്യങ്ങളെ ചെയ്യാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. യഹോവയുടെ കൈ നിന്റെ മേൽ വരും, യഹോവയുടെ ആത്മാവിൽ നിന്നെ പുറപ്പെടുവിക്കും. കാത്തിരുന്ന് കാണാം. ഗോഡ് ബ്ലസ് യു.